Hey guys, welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സ് എന്താണ് ടുവേർഡ്സ് യു ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാനലായിട്ടുള്ള ടാരറ്റ് എക്സ്പെഡിഷനിൽ ഇത് റീഡിംഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോ കോൺടാക്ട് സിറ്റുവേഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു ചാനലിൽ ഞാൻ ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള കറണ്ട് എനർജി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എനർജി നോക്കാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജി മനസ്സിൽ കൊണ്ടുവരിക, എന്നിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. ഇത് കറണ്ട് എനർജി അപ്ഡേറ്റ് ആണ് കേട്ടോ. പ്ലീസ് ഗൈസ്. ആദ്യം നിങ്ങളുടെ പേഴ്സണ് എംപറർ എനർജിയാണ് കിട്ടിയത്, പിന്നെ നിങ്ങൾക്ക് എംപറസ് എനർജി കിട്ടി. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ നല്ലൊരു ബോണ്ടിലാണ് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ എംപ്രസ് ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒത്തിരി കരുതലും കെയറും വേണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. മാനസികമായി ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല കാര്യത്തിലും ക്ലാരിറ്റി കിട്ടാത്തത് കൊണ്ട് അവരൊന്ന് പിന്നിലേക്ക് വലിയുന്ന ഇമോഷൻ കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റേബിൾ ആയത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ മുന്നോട്ട് നിൽക്കണം എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഓടി നടക്കുകയാണ്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പല ടാസ്കും കംപ്ലീറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പീരീഡിലൂടെ നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളല്ലാതെ തന്നെ അവർക്ക് എൻ്റെ അഭിപ്രായത്തിൽ അവരുടേതായിട്ടുള്ള കരിയറിൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ അവർക്ക് സത്യത്തിൽ ഹാർട്ട് അറ്റാക്സ് പോലെയുള്ള കാര്യങ്ങളും വളരെ നിരാശ, ഡിസപ്പോയിന്റ്മെന്റ് ഒക്കെ അവർക്ക് ഉണ്ടാവുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. അതായത് ഇൻകംപ്ലീറ്റ് ആണ്. പല കാര്യങ്ങളുടെ പിറകെയും അവർ ഓടിയിട്ടും അവർ ഇൻകംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ ചെയ്തിട്ട് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം കിട്ടുന്നില്ല എന്നൊരു രീതിയിൽ അവർക്ക് ഹൃദയം വേദനിക്കുന്ന പോലത്തെ ഇമോഷനിലൊക്കെ പലപ്പോഴും ഈ ഒരു പേഴ്സൺ ഈ ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും അവരുടേതായിട്ടുള്ള ഫുള്ളായിട്ടുള്ള ഒരു ഇമോഷൻ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ നെഗറ്റീവ് റെസ്പോൺസ് അവർക്ക് കൊടുക്കുന്നതിൽ അവർക്ക് വളരെയധികം സങ്കടമുണ്ട്. നിങ്ങളുടെ ഇമോഷൻ, നിങ്ങളുടെ കണക്ഷൻ ഒക്കെ നല്ലതാണ്, പക്ഷെ ഈ ഒരു പേഴ്സന്റെ പ്രസന്റ് സിറ്റുവേഷനിൽ അവർ ഫേസ് ചെയ്യുന്ന പല പല പ്രശ്നങ്ങളുണ്ട്. ആ ഒരു പ്രശ്നങ്ങൾ പൂർണ്ണമായി നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കാത്തതിന്റെ റീസൺ പലപ്പോഴും ഈ ഒരു പേഴ്സന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ പൂർണ്ണമായി ഈ പേഴ്സൺ എക്സ്പ്രസ് ചെയ്തിട്ടും അതിന് നമ്മൾ മൂല്യമോ വാല്യൂയോ കൊടുത്തില്ല എന്ന രീതിയിലൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പേഴ്സന്റെ ഡിസയർ, ഈ ഒരു പേഴ്സന്റെ ഇമോഷണൽ ഗ്രോത്ത്, ഈ ഒരു പേഴ്സന്റെ ഫുൾഫിൽനെസ്സിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ ഈ ഒരു പേഴ്സന്റെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ബേസ്, നിങ്ങളുടെ കണക്ഷൻ വളരെ നല്ലതായത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി സത്യം പറഞ്ഞാൽ അവരുടെ ഫീലിങ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനേക്കാൾ ഇപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നോക്കാം, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കാം എന്ന രീതിയിൽ ഇതിനകത്ത് കാണിക്കുന്നു. അത് ഒരു നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു വ്യക്തി ഒത്തിരി ഇമോഷണലി ഹേർട്ട് ആയിരിക്കുന്നു, എന്നിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ സൈഡിൽ നിന്നും കൂടി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള അപ്രോച്ച് ആയിരിക്കാം ആ ഒരു പേഴ്സണ് ഹാർട്ട് അറ്റാക്ക് കൊടുത്തിട്ടുള്ളത് എന്നതാണ് എനിക്കതിനകത്ത് മനസ്സിലാക്കുന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ അത് ഇന്നേ ദിവസം തന്നെ റിസോൾവ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് ക്ലാരിറ്റിയിൽ ആ കാര്യങ്ങൾ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുക. കാരണം പിന്നെയും ഈ ഒരു കാര്യം, ഈ ഒരു രഗ്രെറ്റ് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ അത് വളർന്ന് വലുതായി നാളെ ഒരു പ്രശ്നത്തിലേക്ക് കലാക്ഷിക്കും. സോ ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഓപ്പൺ അപ്പ് ആവുക, സംസാരിക്കുക. എന്തെങ്കിലും ഹേർട്ട് ഉണ്ടെങ്കിൽ വെറും ഒരു സോറി പറഞ്ഞ് തീർക്കാതെ എങ്ങനെയാണോ അവരെ അതിൽ നിന്ന് ഹീൽ ചെയ്തെടുക്കാൻ പറ്റാം. ഇപ്പൊ നമ്മൾ ഒരു സെക്കൻഡിലായിരിക്കും ഒരു കാര്യം പറയുന്നത്, അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡ് കൊണ്ടായിരിക്കും നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. പക്ഷെ ആ പ്രവൃത്തി ഉണ്ടാക്കിയ മുറിവ് ചിലപ്പോൾ 1-2 മാസം എടുക്കും ഹീലാകാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സൺ അടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ വളരെ സ്ട്രോങ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഗൈസ് സൂക്ഷിക്കുക. ബിക്കോസ് ആ ഒരു വൂണ്ട് പൂർണ്ണമായി ഹീൽ ആകുന്നത് വരെ നിങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്നോ ഹേർട്ട് ചെയ്തതാണെങ്കിലും അത് പൂർണ്ണമായും നിങ്ങളത് ഹീൽ ചെയ്തെടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരു ദിവസം സോറി പറഞ്ഞു എന്നും പറഞ്ഞൊരിക്കലും അത് ഹീൽ ആവില്ല. അപ്പൊ മാസങ്ങളോളം എടുക്കും നിങ്ങൾ പറഞ്ഞു പോയ കാര്യങ്ങൾ ഹീൽ ആകാൻ. അപ്പൊ അത് ഹീൽ ആകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ, നിങ്ങളുടെ പേഴ്സണെ കംപ്ലീറ്റ്ലി
നിങ്ങൾ ഹീലാക്കി എടുക്കുക. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈവൻ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി ആ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകില്ല എന്നൊരു ആത്മവിശ്വാസം അവർക്ക് കൊടുക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളിലൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതും നല്ലതായിരിക്കും എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങളുടെ കണക്ഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി പേഷ്യൻസ് കാണിക്കാറുണ്ട്, ഒത്തിരി ഫോർ യു എന്ന എനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ വളരാൻ വേണ്ടിയിട്ടാണ്. ശരിയാണ്, നിങ്ങളും ഈ ഒരു പേഴ്സണിന് പുഷ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിന് മെച്ചുവർ ആകാൻ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഗ്രോത്ത് ഉണ്ടാക്കാനൊക്കെ നിങ്ങൾ സഹായിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വളരുകയാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് ഈ പേഴ്സന്റെ ഇമോഷൻ എന്ന് മനസ്സിലാവുന്നത്, അവർക്ക് നിങ്ങളുടെ എന്തോ കാര്യത്തിൽ ഹേർട്ട് ആയതുകൊണ്ട് അവരുടെ ഗ്രോത്ത് സ്റ്റക്കാണ്, അവർക്കൊരു കോംപ്ലക്സ് ഇമോഷൻ ആണ് നിങ്ങളുടെ അടുത്തുള്ളത് എന്നതാണ്. സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് ഒന്ന് നീറ്റ് ആക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ട്രാൻസ്പെറൻസി ഉള്ള റിലേഷൻഷിപ്പ് ആക്കാൻ ശ്രമിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, ഇത് നിങ്ങളുടെ എനർജിയുമായിട്ട് റെസൊണേറ്റ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെക്കും ബൈ.